അപ്പോൾ ഇതാ നമ്മുടെ പല്ലു പ്ലീറ്റ് കണ്ടില്ലേ, എത്ര നീറ്റായിട്ട് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാൽ. ഹലോ, യെല്ലോ മേക്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോയുടെ റിപ്പീറ്റേഷനാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. മുന്നേ ഞാനൊരു പല്ലു പ്ലീറ്റ് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന്. അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ വേറൊരു മെത്തേഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് സാരി. പല്ലു പ്ലീറ്റ് മാത്രം എടുക്കുന്നതേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള കുറേ ഡൗട്ടാണ് പല്ലു പ്ലീറ്റിൻ്റെ ഈ അകംഭാഗമാണോ പുറംഭാഗമാണോ ഏതാ എടുക്കുന്നതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പല്ലു പോർഷൻ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് ഇടുക. ഇതാണ് ഇതിൻ്റെ പുറംഭാഗം വരുന്നത്, ഇത് അകംഭാഗം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു മെഷർമെൻ്റ് എടുക്കണം. നമ്മൾ പല്ല് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോൾഡറിൽ വേണ്ട ആ ഒരു വിഴുത്തുണ്ടല്ലോ, അത് എത്ര വേണമെന്നുള്ളത് നമ്മൾ ആദ്യം ഇവിടെ ഒരു മെഷർമെൻ്റ് എടുക്കണം. ഈ ഒരു വിഴുത്തുണ്ടല്ലോ, ഈ ഒരു വിഴുത്തിൻ്റെ ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം എത്ര വേണ്ടി വരുന്നുള്ളത്. ടാപ്പ് എടുത്തിട്ട് അളന്നാലും മതി. ഞാൻ ഈ ഒരു ബോർഡറിൻ്റെ കറക്റ്റ് ആ ഒരു വിഡ്ത്തിലാണ് എടുക്കുന്നത്. ഇതാ ബോർഡർ കഴിഞ്ഞ് ജസ്റ്റ് ഇതാ ഈ ഒരു വിഡ്ത്താണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പല്ലു പ്ലീറ്റിൻ്റെ ഏറ്റവും പുറമെ വരുന്ന പ്ലീറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു പോർഷൻ ഇങ്ങനെ മടക്കിയെടുത്ത് അതൊന്ന് മാർക്ക് ചെയ്തിടാം. ഇവിടെ നമുക്കൊരു പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാനൊരു പിൻ ചെയ്ത് മാർക്ക് ചെയ്യാണ്. ഇതെന്തിനാന്നുള്ളത് നമ്മൾ അയൺ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് സാരിയുടെ ഔട്ടർ പോർഷൻ വരുന്നത്. ഇത് പിൻ ചെയ്തത് കണ്ടില്ല, ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാണ് നമ്മുടെ ഔട്ടർ പല്ലുവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സാരി ഒന്ന് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ സാരി അയൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഔട്ടർ പോർഷനിൽ കൂടിയാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നേരെ നമ്മൾ തിരിച്ചിടും. അതായത് നമ്മൾ സാരി നല്ല ഭാഗമുള്ളത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, അത് നമ്മൾ നേരെ മറിച്ചങ്ങോട്ടേക്ക് ഇടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഔട്ടർ ബോർഡർ വന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡാണ്. ഇപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. നമുക്ക് ആ പിന്ന് മാർക്ക് ചെയ്തത് അവിടെ കാണാം. ഒരുപാട് ആലോചിച്ച് കൺഫ്യൂഷൻ ആവുന്നതും വേണ്ട, നമ്മൾ സാരി ജസ്റ്റ് മറിച്ചിടുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മൾ മേളിൽ ടേബിളിൻ്റെ മേലെ കാണുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകംഭാഗമാണ്. അപ്പോൾ അതാ പിന്ന് മാർക്ക് ചെയ്ത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഔട്ടർ പ്ലീറ്റിൻ്റെ വിഡ്ത്തിനനുസരിച്ച് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഔട്ടർ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ പ്ലീറ്റ് ഒന്ന് മടക്കിയെടുക്കുക. ഓക്കെ, എന്നിട്ടത് നീറ്റായി സ്ട്രെയിറ്റായി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പോർഷൻ മാത്രം ഒന്ന് അയൺ ചെയ്തെടുക്കാം. അവിടെ ഒരു ലൈൻ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അയൺ ചെയ്യുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാനത് സൂം ചെയ്തെടുത്തതാണ്. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഔട്ടർ പല്ലു ഇതാ, അതിൻ്റെ ബാക്ക് സൈഡ് പിന്നെ മാർക്ക് ചെയ്തൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ബാക്കി പോർഷൻസ് നമ്മൾ അതുപോലെ ഇട്ടേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ലൈൻ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നീറ്റായിട്ട് ഒന്ന് അയൺ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ചൂട് ശ്രദ്ധിക്കണം.
നല്ലോണം പ്രഷർ കൊടുത്ത് അമർത്തി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ലൈന് കിട്ടും ആ ഒരു പ്ലീറ്റിൻ്റെത്. ഇനി ഇതുപോലെ ഓരോ പ്ലീറ്റിൻ്റെയും വിടുത്ത് നമ്മൾ ലൈൻ മാർക്ക് വെച്ച് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആ ഒരു ഭാഗം നേരെ ഹാഫാക്കിയിട്ട് മടക്കിയെടുക്കുന്നു. ബോർഡർ ഇൻക്ലൂഡ് ആയിട്ടാണ്, കംപ്ലീറ്റ് ആയിട്ട് പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കുന്നു. എന്നിട്ട് ആ മടക്കിയ സ്ഥലത്തെ കൂടെ നല്ല രീതിക്ക് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ മാർക്ക് അവിടെ കിട്ടും. തുറന്നു നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, ആ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വന്നത് കൃത്യമായിട്ട് കാണുന്നില്ലേ? അതുപോലെ ഓരോ പ്ലീറ്റിൻ്റെയും ലൈൻ മാർക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആ ഒരു റൈറ്റ് സൈഡിലുള്ള പോർഷൻ നമ്മൾ വീണ്ടും പകുതിയാക്കിയിട്ട് മടക്കിയെടുക്കാം. സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മടക്കി കൂടെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് അതിൻ്റെ പകുതിയിൽ ഒരു ലൈൻ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ഒരു റൈറ്റ് സൈഡിലുള്ള പോർഷൻ വീണ്ടും പകുതിയാക്കി മടക്കുന്നു. അതിനെ വീണ്ടും ആ ലൈനിലേക്ക് മടക്കിയെടുക്കുക. അഗൈൻ നമുക്ക് ലൈൻ മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മടക്കി കൂടെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ മടക്കിയ ഭാഗം വീണ്ടും പകുതിയാക്കി മടക്കുന്നു. അത് വീണ്ടും നമ്മുടെ വലിയ സെൻറ്റർ ഉണ്ടല്ലോ അതിലേക്ക് വീണ്ടും മടക്കിയെടുത്തിട്ട് നമ്മൾ അത് കംപ്ലീറ്റായിട്ട് അയൺ ചെയ്തെടുക്കുന്നു. ഇത് ചെയ്യുന്നത് കൂടി നമ്മുടെ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റായിട്ട് നമുക്ക് പ്ലീറ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് കിട്ടും. എന്താ പ്ലീറ്റിൻ്റെ വിഡ്ത്ത് ലൈൻ മാർക്കായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ സെയിം പ്രൊസീജിയർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പകുതിയാക്കിയിട്ട് മടക്കുകയാണ്. നമ്മളായി ഒരു ബോർഡർ വെച്ചിട്ടുണ്ടായിരുന്നില്ല മാർക്ക് ചെയ്തിട്ട് ഔട്ടർ പ്ലേറ്റിൻ്റെ, അതടക്കമാണ് നമ്മൾ മടക്കുന്നത്. അത് നിവർത്തിയിട്ടല്ല, അതും അങ്ങനെ മടക്കിയിട്ട് തന്നെ നമ്മൾ ആ ഒരു പോർഷൻ ഹാഫായിട്ട് മടക്കിയെടുത്തിട്ട് ലൈൻ മാർക്ക് വരാൻ വേണ്ടിയിട്ട് ആ മടക്കി കൂടെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിവർത്തി നോക്കുമ്പോൾ നമ്മളപ്പുറത്തേക്ക് കണ്ടതുപോലെ തന്നെ അത് ലൈൻ മാർക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി ആ ഒരു പോർഷൻ നമ്മൾ അതിൻ്റെ ഹാഫിലേക്ക്, അതായത് ആ ലൈൻ മാർക്കിലേക്ക് ആ ഒരു പോർഷൻ നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയും നന്നായിട്ട് അയൺ ചെയ്യുക. അഗൈൻ അയൺ ചെയ്ത ആ ഒരു പോർഷൻ നമ്മൾ ഹാഫായിട്ട് മടക്കുന്നു, വീണ്ടും അയൺ ചെയ്യുന്നു, വീണ്ടും മടക്കുന്നു. അതുപോലെ തന്നെ അവിടെയും ലൈൻ മാർക്ക് വരുത്താൻ വീണ്ടും അയൺ ചെയ്യുന്നു. പ്രൊസീജിയർ ഭയങ്കര സിമ്പിളാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. മടക്കുക, ഹാഫാക്കിയിട്ട് മടക്കുക, അയൺ ചെയ്യുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പല്ലി പ്ലേറ്റിൻ്റെ ആ ലൈൻ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തു. കണ്ടില്ല ആ ഒരു പോർഷൻ, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെച്ച ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. അത് നമ്മുടെ ഔട്ടർ പോർഷനായിട്ട് വരുന്നതാണ്. ഇനി അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമ്മൾ പ്ലീറ്റ് എടുത്ത് തുടങ്ങുന്നത്. ഇനി പ്ലീറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് കാണാം. എൻ്റെ ക്യാമറ പൊസിഷൻ എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഓരോ പ്ലീറ്റും നമ്മൾ ഇതുപോലെ ആ ലൈൻ വന്നെടുത്തുനിന്ന് മടക്കി മടക്കി ബാക്കോട്ടേക്ക് എടുക്കുക. നമ്മുടെ ഔട്ടർ പോർഷനാണ് ഏറ്റവും മുകളിലുള്ളത്. അതിൻ്റെ താഴത്തോട്ടേക്കായിട്ട് ഓരോ ലൈനിൽ നിന്ന് നമ്മൾ പ്ലീറ്റ് ബാക്കോട്ടേക്ക് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. Don't know if I can find my way out. I'm stuck in a prison of doubt. In this torsion, and everything is growing up. അപ്പോൾ നമ്മൾ പ്ലീറ്റൊക്കെ സെറ്റാക്കി വെച്ച് രണ്ട് ഭാഗവും നന്നായിട്ട് അയൺ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്ലീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കണ്ട എത്ര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്, എത്ര നീറ്റായിട്ടാണ് ഇത് കിട്ടുന്നത് നോക്കിയേ. സോ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആണ്, ഈസി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ വെച്ച് ഒരു 2-3 പ്രാവശ്യം കണ്ട്, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ കണ്ട് ഫോളോ ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാൻ പറ്റുമല്ലോ. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.